പകയോടെ, അതിലേറെ വാശിയോടെ, കൈകൾ വീശി തലയെടുപ്പോടെ പടിക്കെട്ടിന് നേരെ അടുത്തുകൊണ്ടിരിക്കുന്ന രാഘവനെ ആ കൂറ്റാകൂറ്റിരുട്ടിലും മിന്നൽ തങ്കൻ വ്യക്തമായി കണ്ടു. അവന്റെ മനസ്സ് തെല്ലു പതറിയില്ലെന്ന് പറഞ്ഞുകൂടാ. ഒപ്പമുണ്ടായിരുന്നവരുടെ നെഞ്ചിലും ഒരു നിമിഷം തകിൽമേളം. പക്ഷെ അടുത്ത ക്ഷണം അവരെല്ലാം ജാഗരൂകരായി. പതറിക്കൂടാ. ഇന്നോളം ആരുടെ നേർക്കും ഉണ്ടായിട്ടില്ലാത്ത ഒരു ശങ്ക ഇവന്റെ നേർക്കായിക്കൂടാ. മറ്റാരെയും പോലെയല്ല രാഘവനെന്ന് എല്ലാവരും മറന്നു. ഇത് തങ്ങളുടെ തൊഴിലാണ്. ഈ തൊഴിൽ ചെയ്തിട്ട് പ്രതിഫലം വാങ്ങേണ്ടതാണ്. ആ പ്രതിഫലമാണ് തങ്ങളുടെ നിലനിൽപ്പ്. അപ്പോൾ ആർക്കു വേണ്ടി എന്നല്ലാതെ ആര് എന്ന ചോദ്യം മനസ്സിൽ പോലും ഉണ്ടായിക്കൂടാ. മനുഷ്യനായാലും വേണ്ടില്ല, ചെകുത്താനായാലും വേണ്ടില്ല. വാക്കു കൊടുത്ത കാര്യം നടത്തുക തന്നെ വേണം. പോരെങ്കിൽ കുറുപ്പ് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു സംഗതി, അത് ചെയ്താൽ ലഭിക്കാൻ പോകുന്ന ലാഭം. വന്നു കയറിയ ഉടനെ കുറുപ്പ് അദ്ദേഹം പറഞ്ഞതും അതായിരുന്നുവെന്ന് തങ്കൻ ഓർത്തു, യാതൊരു മുഖവിടയുമില്ലാതെ. എടാ തങ്ക, എനിക്ക് നിന്നെ കൊണ്ടൊരു ചെറിയ ഉപകാരം വേണ്ടി വന്നിരിക്കുന്നു. അടുത്ത ഒരു നാഴികയ്ക്കുള്ളിൽ അത് വേണം താനും. ഒരാൾ ഇവിടേക്ക് അതിക്രമിച്ച് കയറി വരാൻ ഇടയുണ്ട്. അയാൾ മടങ്ങിപ്പോരുത്. അപ്പോൾ കൊലപാതകമാണ് വേണ്ടത്. തങ്കൻ തലകുലുക്കി. ആരെന്ന് ചോദിക്കാൻ ഭാവിക്കുമ്പോഴേ കുറുപ്പിന്റെ അടുത്ത വാക്കുകൾ കേൾക്കുകയായി. പേടിയുണ്ടെങ്കിൽ ഏറ്റെടുക്കരുത്. ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കുകയും വേണം. അതായത് ഇവിടേക്ക് വരുന്നവൻ ഒരിക്കലും മുറിവുകളോടെ പോലും രക്ഷപ്പെടരുത്. തങ്കൻ വെറുതായെന്ന് ചിരിച്ചു. തന്നെ പറ്റി ഒന്നും അറിയാത്ത ആളെ പോലെയല്ലേ കുറുപ്പ് അങ്ങെന്ന് പറയുന്നത്. അവന്റെ ആ ചിരിയുടെ അർത്ഥം അതായിരുന്നു. അതൊന്നും അങ്ങൊന്നും അറിയണ്ട. ആളെ കാട്ടിത്തന്നാ മാത്രം മതി. ആളെന്നീ അറിയും. ഇടശ്ശേരിയിലെ രാഘവൻ. തങ്കൻ ഞെട്ടുമെന്നാണ് കുറുപ്പ് കരുതിയത്. പക്ഷെ അവന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. രാഘവനെങ്കിൽ രാഘവൻ. അത്ര ലാഘവത്തോടെയുള്ള ഒരു തലകുലുക്കവും പുഞ്ചിരിയും. അതോടെ കുറുപ്പിന്റെ മനസ്സിലൊരു കുളിര് വീണു. തനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഇതാ ഇവർ ചെയ്യും. തങ്കൻ ഏറ്റെടുത്ത ഒരു കാര്യവും നടക്കാതെ പോയതായി കേട്ടറിവ് പോലുമില്ല. രാഘവന്റെ മന്ത്രങ്ങളൊന്നും തങ്കന്റെ അടുത്ത് വിലപ്പോവില്ല. സർവരും വീർപ്പടക്കി നിൽക്കുകയാണ്. പടിക്കെട്ടിന് പിന്നിൽ രാഘവൻ വീണു പിഴയുന്ന രംഗം കാണാൻ കുറുപ്പും സന്നിഹിതനായിരുന്നു. അപകടത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ തന്നെയാണ് പടിക്കലെത്തുവോളം രാഘവന് വന്നത്. ഇടശ്ശേരിയിൽ നിന്ന് കോപത്തോടെ ഇറങ്ങിയുള്ള വരവായിരുന്നല്ലോ. പക്ഷെ വലിയ വീടിന്റെ പടിക്കിലെത്തിയ നിമിഷം അവന്റെ ആറാം ഇന്ദ്രിയം പ്രവർത്തനക്ഷമമായി. എന്തോ ഒരു അപകടക്കെണി തനിക്കെതിരെ ഒരുക്കിയിട്ടുണ്ടെന്നൊരു തോന്നൽ. പടിക്കെട്ടിലേക്ക് ആദ്യ പാദം വെച്ചെങ്കിലും പൊടുന്നനെ അവനത് പിൻവലിച്ചു. തങ്കൻ മുന്നറിയിപ്പിന്റെ സ്പർശനം സഹപ്രവർത്തകർക്ക് നൽകിയ മുഹൂർത്തമായിരുന്നു അത്. തറവാടിന്റെ എല്ലാ വാതിലുകളും ജാലകങ്ങളും ബന്ധിച്ച് അവിടുത്തെ അംഗങ്ങൾ മുറിക്കുള്ളിൽ തന്നെ ഭയന്ന് വിറച്ചിരിക്കുകയായിരുന്നു. കുറുപ്പിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്. തറവാട്ടിലെ സ്ത്രീജനങ്ങളുടെ ഇടയിൽ ഭാമ നടുക്കത്തോടെ കണ്ണും പൂട്ടിയിരുന്നു. പകലത്തെ വിറയിൽ ഇനിയും അവളിൽ നിന്നും വിട്ടൊഴിഞ്ഞിരുന്നില്ല. രാഘവന്റെ കരവലയത്തിന്റെ കരുത്ത് ഒരിക്കലും മറക്കാത്ത വേദനയായി മനസ്സിനെയും ശരീരത്തെയും നോവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു അതിക്രമമാണ് അവൻ കാണിച്ചത്! കരുണലേശമില്ലാത്ത കാടത്തം. അവൻ ഉമ്മ വെച്ച കവളിലെ മൃദുലത ഒരു കറുത്ത മറുകുപോലെ ഇപ്പോഴും കരിവാളിച്ച് കിടക്കുകയാണെന്ന് അവൾക്ക് തോന്നുകയാണ്. ആ നിമിഷത്തിന്റെ വിഹുലത ഇപ്പോഴും അവളുടെ മിഴികളിൽ നിന്ന് മാഞ്ഞു കഴിഞ്ഞിട്ടില്ല. അത്രയും പേരുടെ മുന്നിൽ വെച്ച് അവൻ അതുപോലെയൊക്കെ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ തന്നെ ഒറ്റയ്ക്കെങ്ങാനും കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും അനുഭവം? ഇനി ഒരിക്കലും അവൻ ഈ പടി കയറില്ല മോളെ. അവൻ ആരെയും ഉപദ്രവിക്കില്ല. നീ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. 5 മണി കഴിഞ്ഞ് മിന്നൽ തങ്കനും കൂട്ടരും വന്നു കഴിഞ്ഞു. എല്ലാ അംഗങ്ങൾക്കും വേണ്ട നിർദ്ദേശം നൽകുമ്പോൾ ഭാമയെ അടുത്ത് വിളിച്ച് അദ്ദേഹം ആശ്വസിപ്പിച്ചു. നല്ലതിനൊന്നുമല്ല. തറവാട്ടുകാരനവരുടെ പടപ്പുറപ്പാടെന്ന് തങ്കൻ പടി കയറി വന്നപ്പോ തന്നെ ഓരോരുത്തർക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു. അത് പക്ഷെ അദ്ദേഹത്തോട് പറയാൻ ആർക്കാണ് ധൈര്യം? അനുസരിക്കാനല്ലാതെ ഉപദേശിക്കാൻ തങ്ങൾ ആരും പ്രാപ്തരല്ലെന്ന് ഓരോരുത്തർക്കും അറിയാം. എന്തു വന്നാലും സഹിക്കൂ എന്ന് ഓർത്തിയുള്ളൂ. രാഘവന്റെ ഉപാസനാമൂർത്തിയെ നിരുപാധികം അങ്ങ് വിട്ടുകൊടുത്തെന്ന് വെച്ച് ആരുടെയും അഭിമാനം തകർന്നു പോവുകയൊന്നുമില്ല. കാരണം അതാണെന്ന് അറിയുന്നവർ തന്നെ ചുരുക്കം. ഇത്ര കാലവും ഒരു ചാത്തൻ സ്വാമി പ്രീണനവും കൂടാതെ അന്തസ്സായി തന്നെ തറവാട് പുലർത്തിയില്ലേ? ഇനിയും അത് അങ്ങനെ തന്നെ തുടർന്ന പോരായോ? പക്ഷെ ആരോട് പറയാൻ? താൻ പിടിച്ച മുയലിന് 3 കൊമ്പാണെന്നാണ് കാരണവരുടെ വിശ്വാസം. അത് എത്രത്തോളം അദ്ദേഹത്തെ തുണയ്ക്കുമെന്ന് കണ്ടറിയണം. മന്ത്രം മുഴുവൻ ഹൃദയസ്ഥമാക്കി ഇടശ്ശേരിക്കാരനവരായി കഴിയുന്ന രാഘവനെ
തന്റെ കൈകൊണ്ട് ഇല്ലാതാക്കാൻ കാരണവർക്ക് കഴിയുമോ? നടന്നാൽ നല്ലത്, ഇല്ലെങ്കിലോ? അങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ കേൾപ്പില്ല. ഇപ്പൊ തന്നെ രാഘവൻ നോവേറ്റ പാമ്പാണ്. ഇനി മറ്റൊരു വൈരാഗ്യം കൂടി അവന് തോന്നിയാൽ ശേഷം എന്തെന്ന് ആലോചിക്കാതിരിക്കുകയാണ് ഭേദം. ഈശ്വര, ഭയപ്പെടുന്നത് പോലെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. വലിയ വീട്ടിലെ അംഗങ്ങൾ പ്രാർത്ഥിച്ചത് മുഴുവൻ അത് മാത്രമായിരുന്നു. രാഘവന്റെ പഞ്ചേന്ദ്രിയങ്ങളും ജാഗരൂകമായി. അവൻ സംശയിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ കുറുപ്പിന്റെ നെഞ്ചിലൊരു ഇടിവാൾ പൊളഞ്ഞു. രാഘവനും തെല്ലി പതറാതിരുന്നില്ല. തങ്കന്റെ അനുയായികൾ കമ്പിപ്പാറകൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു. ഏകകാലത്ത് തലക്കടി ഏൽക്കണം. തലയുണ്ടെങ്കിലല്ലേ അവന്റെ മന്ത്രം കൊണ്ട് പ്രയോജനമുള്ളൂ. ഇരുട്ടിൽ ഒളിഞ്ഞു നിൽക്കുന്ന രൂപങ്ങളെ രാഘവന് കാണാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അപകട സാധ്യത ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അത് ഏത് രൂപത്തിലായിരിക്കും? വാക്ക് പാലിക്കാത്ത കുറുപ്പ് തന്റെ വരവും പ്രതീക്ഷിച്ച് തക്കതായ മുൻകരുതൽ എടുത്തിരിക്കുമെന്ന് ഓർക്കാൻ മറന്നു. ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പടിപ്പുര വാതിൽ പോലും തുറന്നു കിടക്കുകയാണ്. തറവാടിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുന്നു. പൂമുഖത്ത് പോലും വെളിച്ചമില്ല. തന്നെ ഭയന്ന് കുറുപ്പ് കുടുംബാംഗങ്ങളോടുമൊത്ത് എങ്ങോട്ടെങ്കിലും മാറിയിരിക്കുമെന്ന വിശ്വാസമൊന്നും രാഘവനില്ല. ഇത് ഏതോ ഒരു കെണിയാണ്. കുറുപ്പിന്റെ കുരുട്ടുബുദ്ധിയിൽ തെളിഞ്ഞ ചതിയാണ്. നിന്നിടത്ത് നിന്ന് രാഘവൻ സ്തംഭന മന്ത്രം ചൊല്ലി. തന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നിൽക്കുന്ന രീതിയിൽ നിശ്ചലരാവാനുള്ള മന്ത്രം. ഇതേ മന്ത്രം ഉപയോഗിച്ചാണ് പകലെ കുറുപ്പിനെയും കുടുംബാംഗങ്ങളെയും സ്തംഭിപ്പിച്ചത്. അവരുടെ മുന്നിൽ വെച്ച് ഭാമയെ മന്ത്രം എണ്ണം പൂർത്തിയാക്കിയതും വലിയ വീട്ടിലേക്കുള്ള പടികളിലേക്ക് അവൻ ഓടിക്കയറിയതും ഒരുമിച്ചായിരുന്നു. തങ്കനും ഗുണ്ടാസംഘവും ഇരുമ്പുവടികൾ ഓങ്ങാൻ ആഗ്രഹിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. ഭൂമിയിൽ ഒട്ടിച്ചു വെച്ചതുപോലെ അവർ നിന്നുപോയി. കുറുപ്പിനും നിന്നിടത്തു നിന്ന് അനങ്ങാൻ കഴിഞ്ഞില്ല. പടികൾ കയറുമ്പോൾ ഇരുട്ടിൽ ഒളിഞ്ഞു നിന്നിരുന്ന തങ്കനെയും കൂട്ടരെയും രാഘവൻ കണ്ടു. ഓഹോ, ഇതായിരുന്നോ ഉദ്ദേശം? രാഘവന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. മുറ്റത്തേക്ക് കയറിയപ്പോൾ കുറുപ്പിനെയും കണ്ടു. ആ നിമിഷം രാഘവനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആത്മസംയമനമാണ് ഉണ്ടായത്. വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അവൻ. ഏതായാലും കുറുപ്പച്ചൻ എവിടെ തന്നെ നിൽക്കൂ, ഞാനൊന്ന് അകത്ത് കയറിയിട്ട് വരാം. പിന്നെ തിരിഞ്ഞ് തങ്കനോട് പറഞ്ഞു, നിങ്ങൾ വലിയ വീട് സംരക്ഷിക്കാൻ വന്നവരല്ലേ? കുറച്ചു ദിവസം നിങ്ങളെയും ഇവിടെ നിർത്താം. ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി പറയാം. രാഘവൻ ഉറക്കെ ഒന്ന് ചിരിച്ചു. പിന്നെ വലിയ വീടിന്റെ പൂമുഖത്തേക്ക് കയറി. രാഘവന്റെ മുന്നിൽ വലിയ വീട്ടിൽ തറവാടിന്റെ പൂമുഖവാതിൽ ഒരിക്കൽ കൂടി മലർക്കെ തുറക്കപ്പെട്ടു. പൂഴി വീണാലും കേൾക്കുന്നത്ര നിശബ്ദത. കുറുപ്പും തങ്കനും അവന്റെ അനുയായികളും പടിപ്പുരയിൽ കാവൽക്കാരെ പോലെ നിശ്ചലം നിൽക്കുകയാണ്. രാഘവൻ ഉമ്മറത്തേക്ക് നടന്നു കയറുന്നത് അവർ കാണുന്നുണ്ട്. കാഴ്ചയ്ക്ക് ആർക്കും യാതൊരു മങ്ങലും ഏറ്റിട്ടില്ല. ചലന സ്വാതന്ത്ര്യമാണ് നഷ്ടമായിരിക്കുന്നത്. തങ്കൻ വല്ലാതെ ഭയന്നു പോയിരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരു സംഭവം ആദ്യമായാണ്. രാഘവൻ ഇത്രയും കഴിവുള്ളവനാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെതിരെ ഒരിക്കലും താൻ മനസ്സുകൊണ്ട് പോലും നീങ്ങുമായിരുന്നില്ല. 2 ദിവസം ഇവിടെ ഇങ്ങനെ നിന്നോളാനാണ് രാഘവൻ കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ എങ്ങാനും സംഭവിക്കുമോ ദൈവമേ? തങ്ങൻ ആദ്യമായി ഒരു സഹായത്തിന് ദൈവത്തിനെ വിളിച്ചു. കുറുപ്പിന്റെ മനസ്സിൽ അപ്പോൾ യാതൊന്നുമില്ലായിരുന്നു എന്നതാണ് സത്യം. കാരണം ഇനി എന്ത് എന്ന് ചിന്തിക്കാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല. മുന്നിൽ തനിയെ തുറക്കപ്പെട്ട പൂമുഖവാതിലിലൂടെ രാഘവൻ തറവാടിന്റെ ഉള്ളിലേക്ക് കയറി. ഭാമയും മറ്റു അംഗങ്ങളും പേടിച്ചരണ്ട് തങ്ങളുടെ വിധി കാത്തിരുന്നു. അവളെ നോക്കി ഒരു നിമിഷം രാഘവൻ നിന്നു. ഭാമയുടെ കണ്ണുകളിൽ നിന്ന് കവിളിലൂടെ ധാരധാരയായി നീരൊഴുകുന്നു. പെട്ടെന്നൊരു ചിന്ത അവനെ സംയമനചിത്തനാക്കി. താൻ എന്തെങ്കിലും ചെയ്താൽ കുറുപ്പിന്റെ വിദ്വേഷം 1000 മടങ്ങ് വളരുകയുള്ളൂ. തനിക്ക് വേണ്ടത് തന്റെ മൂർത്തിയെയാണ്. അത് ലഭിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യുന്നതല്ലേ ബുദ്ധി. അല്ലെങ്കിൽ കുറുപ്പ് മൂർത്തിയെ മോചിപ്പിച്ചെന്ന് വരില്ല. അത് പൂർണ്ണമായി ലഭിക്കാതെ തനിക്ക് വേറൊരു കാര്യവും സാധിക്കാനും കഴിയില്ല. കുറുപ്പിന് ഏതായാലും ഒരു പാഠം പഠിപ്പിക്കണം. ഒരു നിമിഷ നേരത്തെ ആലോചനയെ വേണ്ടിയിരുന്നുള്ളൂ. രാഘവൻ ആ മുറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങി നേരെ പടിക്കലേക്ക്. കുറുപ്പേ, എനിക്കൊരു ചെറിയ വ്യവസ്ഥ കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ടാവട്ടെ മറ്റെന്തും. തന്നെ പേടിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ? നിങ്ങൾ വരൂ. ദ്വാരപാലകന്മാർ അവിടെ നിൽക്കട്ടെ. അത് വലിയ വീടിന് ഒരു അന്തസ്സാണല്ലോ. നേരം വെളുക്കുമ്പോ നിങ്ങളുടെ തറവാടിന് കാവൽ നിൽക്കുന്നവരെ ജനം കാണട്ടെ. ഇവനെ കൊണ്ട് ഈ നാട്ടിൽ പല പോക്കൃത്തരങ്ങളും കാട്ടുന്നത് നിങ്ങളാണെന്ന് അവർക്ക് ബോധ്യമാകാൻ വേറെ ഒന്നിന്റെയും ആവശ്യമില്ല. കുറുപ്പിന്റെ ചങ്കടഞ്ഞുപോയി.
അങ്ങനെ ഒരു അപകടം കൂടി ഉണ്ടെന്ന് ഓർത്തില്ല. തങ്കനെ ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരെല്ലാം അത് രഹസ്യമായാണ് ചെയ്യിക്കാറുള്ളത്. പരസ്യമായി ആരും അവനൊരു കാര്യം ഏർപ്പെടുത്താൻ മുതിരാറില്ല. രാഘവൻ പറഞ്ഞത് നേരാണെങ്കിൽ നാട്ടിലുള്ള തന്റെ നിലയ്ക്ക് സാരമായ ഇടിവുണ്ടാകുമെന്ന് തീർച്ച. തളർന്ന കണ്ണുകൾ ഉയർത്തി കുറുപ്പ് രാഘവനെ ഒന്ന് നോക്കി. നിങ്ങളെ ഞാൻ മാന്ത്രിക ബന്ധനം വിമുക്തനാക്കുകയാണ്. നിങ്ങളും ഞാനും ഒഴികെ ഈ തറവാട്ടിൽ എപ്പോഴുമുള്ള സകല ജീവജാലങ്ങളും നിശ്ചലാവസ്ഥയിലാണെന്ന കാര്യം ആദ്യം മറക്കാതിരിക്കുക. ആ നിൽക്കുന്ന അവന്മാരെ ഒഴികെ നിങ്ങളെല്ലാം ഞാൻ ഉടനെ മോചിപ്പിക്കുകയും ചെയ്യും. ബാമയെ ഉപദ്രവിക്കുന്നത് തൽക്കാലം വേണ്ടെന്ന് വെച്ചേക്കാം. പക്ഷെ അതിനൊക്കെ മുമ്പ് ഒരു ചെറിയ കാര്യം. രാഘവൻ വല്ലാത്ത സൗമ്യതയോടാണ് ഓരോ വാക്കുകളും പറഞ്ഞത്. അത് തന്നെ കുറുപ്പിനെ അസ്വസ്ഥനാക്കി. കൊടുങ്കാറ്റിന് മുമ്പുള്ള പ്രകൃതിയുടെ ശാന്തത പോലെയാകാം അത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? തളർന്ന ശബ്ദമായിരുന്നു കുറുപ്പിന്റേത്. അതും വളരെ പതുക്കെ. താൻ അവന്റെ മുന്നിൽ താഴുന്നത് പടിക്കൽ നിൽക്കുന്ന തങ്കനും മറ്റും കേൾക്കരുതെന്ന് കുറുപ്പ് ആഗ്രഹിച്ചു. അത് രാഘവന് മനസ്സിലാവുകയും ചെയ്തു. അവൻ ഉള്ളിൽ ചിരിച്ചു. നിങ്ങൾ നേരെ പൂജാമുറിയിലേക്ക് ചെല്ലണം. എന്റെ മൂർത്തിയെ മോചിപ്പിക്കാനുള്ള മന്ത്രങ്ങളും കർമ്മങ്ങളും ചെയ്യണം. എനിക്കത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല. നിങ്ങൾ ചെയ്തത് നിങ്ങളെ കൊണ്ട് തന്നെ തിരിച്ചു ചെയ്യിക്കണമെന്ന് എന്റെ നിർബന്ധമാണ്. അത് ചെയ്യൂ. എന്റെ മൂർത്തിയെ മോചിപ്പിക്കൂ. അത്രയുമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അത് ചെയ്താൽ പിന്നീട് ഇവിടെ ഇങ്ങനെ ഒരു തറവാടുണ്ടെന്ന കാര്യം തന്നെ ഞാൻ മറക്കാം. അല്ലെങ്കിൽ നിരന്തരമായ പീഡനങ്ങൾ കൊണ്ട് നിങ്ങളെ ഞാൻ വശം കെടുത്തും. ഇടശ്ശേരി തറവാട്ടിലെ മറ്റൊരു മാന്ത്രികന്റെയും സ്വഭാവമല്ല അതിൻ്റെതെന്ന് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അതിപ്പോ മനസ്സിലാക്കിക്കോളൂ. അതെപ്പോഴേ കുറുപ്പിന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. കുറുപ്പിന്റെ തല കുനിഞ്ഞു. പടിപ്പുരയിൽ നിന്ന് അയാൾ മുറ്റത്തേക്ക് നടന്നു വന്നു. എന്തൊക്കെ കഴിവുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ ഉപാസനാമൂർത്തിയെ സ്ഥിരമായി തടവിലിടാൻ കഴിയില്ല. മോചിപ്പിക്കുക. അത് നിങ്ങൾ തന്നെ സ്വമേധയാ ചെയ്യാത്ത പക്ഷം ഞാൻ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. മൂർത്തി എന്റെ അധീനതയിലായാൽ അതുകൊണ്ടുള്ള ദോഷവും നിങ്ങൾക്ക് തന്നെയാണ്. സ്വമേധയാ മോചിപ്പിച്ചാൽ മൂർത്തിയെയും ഞാൻ പ്രീണിപ്പിച്ചുകൊള്ളാം. കുറുപ്പ് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ അയാൾ തറവാട്ടു വീട്ടിലേക്ക് നടക്കുക തന്നെ ചെയ്തു. തന്റെ തറവാട്ടിലെ അംഗങ്ങളെല്ലാം പകലെ സംഭവിച്ചതുപോലെ ചലനമറ്റിരിക്കുന്നത് അയാൾ വിവശതയോടെ അറിഞ്ഞു. ഇവന്റെ ഒടുക്കത്തെ ഒരു സ്തംഭന മന്ത്രം. കുറുപ്പ് മനസ്സിൽ രാഘവനെ പുലഭ്യം പറഞ്ഞു. ഇനി തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും അയാൾക്ക് മനസ്സിലായി. ഇടശ്ശേരി തറവാട്ടിലെ ഉപാസനാമൂർത്തിയെ വശത്താക്കാനുള്ള മന്ത്രമല്ലാതെ താൻ ഒന്നും പഠിച്ചിട്ടില്ല. അത് സ്വന്തം തെറ്റാണ്. രാഘവൻ സർവ്വ മന്ത്രങ്ങളും പഠിച്ചിരിക്കുന്നു. മന്ത്രം കൊണ്ട് ആരെയും വശത്താക്കാൻ അവന് കഴിയും. അവന്റെ സ്തംഭന മന്ത്രത്തിന്റെ ഫലം ഇതാ രണ്ടാം തവണയും തന്റെ കുടുംബാംഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. അവന്റെ മൂർത്തിയെ മോചിപ്പിക്കുകയേ രക്ഷയുള്ളൂ. അതിന്റെ പേരിൽ നാട്ടുകാർ ഇനി തന്നെ പുച്ഛിക്കാൻ ഇടവരുത്തേണ്ട. അരമതിലിരുന്ന കിണ്ടിയിലെ ജലമെടുത്ത് കുറുപ്പ് കൈകാലുകളും മുഖവും ശുദ്ധി വരുത്തി. അയാൾ തന്റെ പൂജാമുറിയിലേക്ക് കയറി. ഉമ്മറത്ത് നിൽക്കുന്ന രാഘവനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. രാഘവൻ ഊറിയ പുഞ്ചിരിയോടെ കയ്യും കെട്ടി നിൽക്കുകയായിരുന്നു. തന്നെ കൊണ്ടല്ല, മണി കെട്ടിയ തന്റെ കാരണവരെ കൊണ്ട് വേണമെങ്കിൽ ഈ രാഘവൻ ഇതും ഇതിലപ്പുറവും ചെയ്യിക്കും. ഇക്കാര്യത്തിന് വേണ്ടി ഇനി മറ്റൊരു ദിവസം കൂടി മെനക്കെടാൻ തനിക്ക് സമയമില്ല. ഇതിന് തന്നെ എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് താൻ അനുഭവിച്ചത്. മാനസിക വ്യത വേറെ. തന്റെ ഉപാസനാമൂർത്തി ഇടശ്ശേരി തറവാട്ടിൽ എത്തിക്കഴിഞ്ഞതല്ലാതെ തന്റെ മാന്ത്രിക ജന്മം പരിപൂർണമാകില്ല. ഇത്തവണ കുറുപ്പ് അത് ചെയ്യുമെന്ന് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ഭാമയെ വെറുതെ വിടുക തന്നെ ചെയ്യണം. അരനാഴിക നേരത്തെ ധ്യാനവും പൂജയും. വലിയ വീട്ടിൽ തറവാട്ട് വളപ്പിലെ മരങ്ങളായ മരങ്ങൾ മുഴുവൻ ഇളകിയാടാൻ തുടങ്ങി. ആ വളപ്പിൽ മാത്രം ആഞ്ഞടിക്കുന്ന ഒരു കാറ്റ് രൂപം കൊണ്ടു. രാഘവൻ അത് ശ്രദ്ധിച്ചു. അവന് ഒരു കാര്യം മനസ്സിലാവുകയും ചെയ്തു. ചാത്തൻ സ്വാമിക്ക് കാവൽ നിർത്തിയിരുന്ന ഹനുമാൻ സ്വാമിയുടെ തിരിച്ചുപോക്കാണ്. തിരിച്ചു പോകുമ്പോൾ എവിടെയായിരുന്നാലും അറിയിച്ചിട്ട് പോവുകയാണല്ലോ ഹനുമാന്റെ രീതി. അരനാഴിക നേരം മാത്രം തുള്ളി വിറപ്പിച്ച് കൊടുമ്പിരി കൊണ്ട കൊടുങ്കാറ്റ് ക്രമേണ അടങ്ങി. വലിയ വീട്ടുവളപ്പ് സ്വാഭാവികമായ അന്തരീക്ഷത്തിലേക്ക് മടങ്ങി വന്നു. പിന്നെയും കുറച്ചു നേരം കൂടി കഴിഞ്ഞ് കുറുപ്പ് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നുള്ളൂ. അയാൾ ആകെ വിങ്ങി വിയർത്തിരുന്നു. വല്ലാത്തൊരു നഷ്ടബോധം ആ മുഖത്ത് അങ്കുരിച്ചിരുന്നു. രണ്ടാം മുണ്ടുയർത്തി മുഖം തുടച്ചുകൊണ്ട് ദുർബലമായ സ്വരത്തിൽ കുറുപ്പ് പറഞ്ഞു, നിന്റെ മൂർത്തിയെ ഞാൻ എന്നേക്കുമായി മോചിപ്പിച്ചു രാഘവ. നീ തറവാട്ടിൽ ഉപദ്രവമുണ്ടാക്കരുത്. രാഘവൻ ഒന്ന് ചിരിച്ചു. പിന്നെ സ്വാഭാവികതയോടെ പറഞ്ഞു, ഉപദ്രവമുണ്ടാക്കില്ല. പക്ഷേ തന്റെ മരുമകൾ ഭാമയെ എനിക്ക് വേണം. എന്റെ അമ്മാവനല്ല ഞാനെന്ന് തെളിയിക്കാൻ.
കുറുപ്പിന്റെ തലയിൽ മറ്റൊരു ഇടുത്തി വീണു. ഒരു ജന്മം കൊണ്ട് നേടിയെടുത്തത് അത്രയും ഒരു നിമിഷം കൊണ്ട് കൈമോശം വന്നതിന്റെ ദൈന്യതയും മുഖത്തണിഞ്ഞ് വലിയ വീട്ടിൽ കുറുപ്പ് നിന്നു. ആരുടെ മുന്നിൽ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ഇത്ര കാലവും അധ്വാനിച്ചോ അതേ ആളുടെ മുന്നിൽ തന്നെ ചെങ്കോലും കിരീടവും അടിയറവ് വെക്കേണ്ടി വന്നിരിക്കുന്നു. ഈ പരാജയത്തെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. കുറുപ്പ് നെറ്റിയിൽ കിനിയുന്ന വിയർപ്പ് തുള്ളികൾ വീണ്ടും വീണ്ടും തുടച്ചു. ഇതുവരെ നിങ്ങളോടുണ്ടായിരുന്ന എല്ലാ വൈര്യവും ഇതാ ഈ നിമിഷം മുതൽ ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. എന്റെ ഭാഗത്തു നിന്ന് ഇനി യാതൊരു പ്രകോപനവും ഉണ്ടാവില്ലെന്ന് വാക്ക് തരികയും ചെയ്യുന്നു. പക്ഷെ ഇതേ വ്യവസ്ഥ നിങ്ങൾക്കും ബാധകമാണെന്ന് ഓർത്തുകൊള്ളണം. ഒരു പാലമിടുന്നത് ഒരാൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ മാത്രമല്ലെന്ന് സാരം. പിന്നെ രാഘവൻ അവിടെ നിന്നില്ല, തിരിഞ്ഞു നടന്നു. വീണ്ടും ഒരിക്കൽ കൂടി അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. പടിക്കെട്ടിറങ്ങുമ്പോൾ തങ്കനെയും കൂട്ടരെയും കണ്ടമട്ട് കാണിക്കാതിരിക്കാനും ശ്രമിച്ചു. രാഘവൻ പടിയിറങ്ങി കഴിഞ്ഞപ്പോഴാണ് കുറുപ്പിന്റെ ശ്വാസം നേരെ വീണത്. അപ്പോഴാണ് പടിക്കൽ നിൽക്കുന്ന അപകടത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. അയാൾ പെട്ടെന്ന് പുറത്തേക്ക് ഓടി ഇറങ്ങി ചെന്നു. രാഘവ! കുറുപ്പ് വിളിച്ചു. അപ്പോൾ അയാളുടെ ശബ്ദത്തിന് ഇതിനു മുമ്പ് ഒരിക്കലും ഇല്ലാത്ത സൗമ്യതയായിരുന്നു. തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും അവൻ നിന്നു. ഇവരെ കൂടി മോചിപ്പിച്ചിട്ട് പോയിക്കൂടെ രാഘവ? ഇതും എന്റെ ഒരു തെറ്റാണെന്ന് സമ്മതിക്കുന്നു. നിനക്കല്ലാതെ ഇവരുടെ മാതൃക ബന്ധനം അഴിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതുകൊണ്ട് വന്നവരാണിവർ, അല്ലാതെ ഇവർക്ക് നിന്നോട് വിരോധത്തിന്റെ കാരണമൊന്നുമില്ലല്ലോ. കെഞ്ചുകയായിരുന്നു കുറുപ്പ്. ഇതുവരെ ഇല്ലായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇന്നവർ അത് തെറ്റിച്ചില്ലേ? ആളറിയാതെ ചെയ്തതാണെന്ന് അവർക്ക് ബോധ്യമുണ്ടാകും വരെ ഒരു ചെറിയ ശിക്ഷ അവർക്ക് അർഹതപ്പെട്ടതാണ്. എവിടെന്നെങ്കിലും ഒരു തിരിച്ചടി കിട്ടുന്നില്ലെങ്കിൽ ആരെയും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് ഇവർ വളരും. അത് വേണ്ട. ഇടശ്ശേരിക്കര ഗ്രാമത്തിന് ഇനി കൂലിത്തല്ലുകാർ വേണോ എന്ന് അവർ തീരുമാനിക്കും വരെ അവർ അവിടെ നിന്നോട്ടെ കുറുപ്പേ. അല്ലെങ്കിലും ഞാൻ ഒരു സമയം നേരത്തെ പറഞ്ഞു പോയില്ലേ, ആ സമയമാകുമ്പോൾ അവർ തനിയെ വിമുക്തരാകും. ഇടശ്ശേരി രാഘവന് ഒരു വാക്കേ എന്ന് ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? അവന് തിരിഞ്ഞു നോക്കാതെയാണ് പറഞ്ഞത്. അവസാന വാക്കുകൾ പറഞ്ഞു തീരുമ്പോഴേക്കും നടന്നു തുടങ്ങുകയും ചെയ്തിരുന്നു. കുറുപ്പിന്റെ തൊണ്ട വരണ്ടു. തങ്കന്റെയും മറ്റു മുന്നിൽ താനൊരു കടുകുമണിയോളം ചെറുതായിരിക്കുന്നു. മിന്നൽ തങ്കൻ ദയനീയമായി കുറുപ്പിന്റെ നേരെ നോക്കി. ആ നോട്ടമേൽക്കാനുള്ള കരുത്ത് കുറുപ്പിനുണ്ടായിരുന്നില്ല. താൻ ക്ഷണിച്ചു വരുത്തിയതാണ് അവനെയും കൂട്ടരെയും. അവന്റെ ശത്രുത തന്റെ നേരെ തിരിഞ്ഞേക്കുമെന്ന് അയാൾ ഭയന്നു. കൈകൾ ഉയർത്തിപ്പിടിച്ച മട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു നാഴികയാകുന്നു. കൈകൾ കഴച്ചു തുടങ്ങിയിരിക്കുന്നു. കാലുകൾക്ക് മരവിപ്പും ആരംഭിച്ചിരിക്കുന്നു. ആ മരവിപ്പ് അനുക്ഷണം ശരീരത്തെ ആകമാനം വ്യാപിച്ചു തുടങ്ങുകയാണ്. ഉള്ളിലേക്ക് ചെലുത്തിയിടത്തോളം ലഹരി ആവിയായി കഴിഞ്ഞു. തങ്കനേക്കാൾ അസ്വസ്ഥത അവന്റെ അനുയായികൾക്കായിരുന്നു. ഇങ്ങോട്ട് കയറി പോരാമെന്ന് നോക്കിയാട്ടെ തങ്ക, അങ്ങോട്ടപ്പോൾ വന്ന വാസുപിള്ള പറഞ്ഞു. രാഘവന്റെ വരവ് കണ്ടപ്പോ പിന്നാമ്പുറത്തൊന്ന് ഒളിച്ച അയാൾ ഇപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്. തങ്കൻ രൂക്ഷമായി അയാളെ ഒന്ന് നോക്കി. വല്ലാത്ത ചതിയായി പോയല്ലോ അങ്ങുന്നേ. സിമന്റ് ഉറപ്പിച്ച പോലെ ഇളക്കിയെടുക്കാം. ഇത് അതിലും വലിയ പശയാണല്ലോ. ഈ മന്ത്രത്തിന് ഇത്രയും ശക്തിയുണ്ടോ? അത്ഭുതം വാക്കുകളായി വാസുപിള്ളയിൽ നിന്ന് പുറപ്പെട്ടതാണ്. കുറുപ്പ് ഒരൊറ്റ ആട്ട് കൊടുത്തു. അതോടെ അയാളുടെ നാവിറങ്ങി. തങ്കന അനുയായികളും എത്ര നേരമായി ശ്രമിക്കുന്നതാണ്. കാലുകൾ ഇളകാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട, കൈകളൊന്ന് താഴ്ത്താൻ പറ്റിയാൽ മതിയായിരുന്നു. ശരീരത്ത് വന്നിരുന്ന് കുത്തുന്ന കൊതുകുകളെ ആട്ടിപ്പായിക്കാൻ പോലും നിവൃത്തിയില്ല. ഈ വിൽപ്പ് 2 ദിവസം നിൽക്കാനാണ് കൽപ്പന. ഇത് കഴിഞ്ഞാൽ നേരെ കുഴിയിലേക്ക് എടുത്താൽ മതിയാകും. ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ തങ്കൻ ആകെ വിരണ്ടു. രാത്രി 3 നാഴിക വളർന്നു കഴിഞ്ഞല്ലോ ആകുന്നേ. നേരം വെളുക്കും മുമ്പ് ഇവരെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ അത് മഹാ കുറച്ചിലാകും. ഇക്കഥ എങ്ങാ നാട്ടുകാരറിഞ്ഞ ഗ്രാമം അപ്പാടെ ഈ തറവാടിന് മുന്നിലുണ്ടാവും. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയാട്ടെ. വാസുപിള്ളയുടെ വാക്കുകൾ സ്വന്തം നെഞ്ചിലേക്ക് ഖടാരി പോലെയാണ് കയറുന്നതെന്ന് കുറിപ്പറിഞ്ഞു. അയാൾ പറഞ്ഞത് നേരാണ്. അത് ഓർക്കുമ്പോൾ അടിമുടി ഉഷ്ണിക്കുന്നു. ബുദ്ധിപൂർവം എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. എടാ വാസുപിള്ളേ, ഒരു മാന്ത്രികം കിട്ടിയത് മറ്റൊരു മാന്ത്രികനെ അഴിക്കാൻ കഴിഞ്ഞേക്കും. താൻ എവിടെന്നെങ്കിലും ഒരു മന്ത്രവാദിയെ വിളിച്ചോണ്ട് വാ. എന്ത് വേണമെങ്കിലും കൊടുത്ത് തൊലയ്ക്കാമെന്ന് പറ. നേരം പുലരും മുമ്പ് ഇവരെവിടുന്ന് മാറ്റിയേ പറ്റൂ. തറവാട്ടിലെ അംഗങ്ങളും ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. അവരും കണ്ടു പടിക്കലെ നിശ്ചല പ്രകടന ദൃശ്യം. ഭാഗ്യം, തങ്ങളുടെ ബന്ധനം ഒഴിവാക്കിയിട്ടാണല്ലോ അവൻ പോയത്. ആരും പടിക്കലേക്ക് വരുന്നത് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല.
അവരുടെ നേർക്ക് അദ്ദേഹം ശോഭിച്ചു. വന്നവർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. തങ്ങളുടെ ശരീരം മാത്രമല്ല, നാവും ബന്ധിക്കപ്പെട്ടതിലായിരുന്നു തങ്കനും കൂട്ടുകാർക്കും അരിശം മുഴുവൻ. ഇത്തിരി വെള്ളം വേണമെന്ന് പറയാൻ കഴിയുന്നില്ല, പ്രതിഷേധം അറിയിക്കാനാവുന്നില്ല. ഇപ്പൊ മോചനം കിട്ടിയ കുറുവടിയോടെ ആ കൈകൾ താഴുന്നത് കുറുപ്പിന്റെ നേർക്കായിരിക്കുമെന്ന് വാസുപിള്ളയ്ക്ക് തോന്നി. പുലിവാലിലാണ് താൻ വീണ്ടും പിടിച്ചത്. ഈ മുതുപാതിര നേരത്ത് താൻ മറ്റൊരു മന്ത്രവാദിയെ എവിടുന്ന് കൊണ്ടുവരാനാണ്? അയൽനാട്ടിലൊക്കെ ചില കള്ള മന്ത്രവാദികളുണ്ടെന്ന് അറിയാം. രാഘവന്റെ കെട്ടഴിക്കാൻ അവർക്കുണ്ടോ യോഗ്യത? കണ്ടു തന്നെ അറിയണം. താൻ എന്താ ആലോചിച്ചു നിൽക്കുന്നത്? വേഗം പുറപ്പെടുവോ, നേരം വെളുക്കും മുമ്പ് ആളെത്തണം. അതിന് കഴിയുന്നില്ലെങ്കിൽ താൻ ആ വഴിയങ്ങ് പൊക്കോ. ഉഗ്രശാസനയാണ് വാസുപിള്ള ചൂളി. ഏതായാലും ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു വലിയ ചൂട്ടുകറ്റിയും കൊളുത്തിപ്പിടിച്ച് വാസുപിള്ള അപ്പോൾ തന്നെ യാത്രയ്ക്കൊരുങ്ങി. പോകുന്ന പോക്കിൽ തങ്കനോട് ഇത്രയും കൂടി പറയാൻ മറന്നില്ല. ദൈവം എന്നൊരു കക്ഷി കൂടി ഉണ്ടോ ഈ ലോകത്ത്? നിനക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല, എന്നാലും അങ്ങനെ വിശ്വസിക്ക്. ഇനി നിന്നെയൊക്കെ രക്ഷിക്കാൻ അങ്ങേര് വിചാരിച്ചാലേ നടക്കൂ. ആത്മാർത്ഥമായി അപേക്ഷിച്ചോ. ഏതായാലും ഞാൻ ഇറങ്ങിയിട്ട് വരാം. ആരെയെങ്കിലും കിട്ടിയ ഭാഗ്യം. ചുട്ട കോഴിയെ പറപ്പിക്കാൻ കഴിയുന്നവനും പക്ഷെ തറയിൽ കുറച്ചു പോയവനെ ഉയർത്താനാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെയും എന്തൊക്കെയോ പെറുപുറത്തുകൊണ്ട് വാസുപിള്ള ചൂട്ടുകെട്ട ആഞ്ഞു വീശിക്കൊണ്ട് നടന്നു. അഥവാ ആരെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ നാളെ നേരം പുലർന്നാൽ ഉണ്ടാകാൻ പോകുന്ന പുകിലോർത്ത് ഉള്ളിൽ ചിരിച്ചു. ഉപ്പ് തിന്ന കുറുപ്പ് വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഒന്നുമില്ലാഞ്ഞിട്ടല്ലോ കൂടുതൽ ഉണ്ടാക്കാൻ വളഞ്ഞ വഴി തേടിയത്. അങ്ങനെയുള്ളവർക്ക് ഉള്ള വഴി കൂടി അടയുകയാണ് പതിവ്. ആരെയും കിട്ടിയില്ലെങ്കിൽ ആ വഴി അങ്ങോട്ട് പോയിക്കോളെ. ഒരു കണക്കിന് അതാണ് നല്ലത്. ഇടശ്ശേരി ചെന്ന് ആ രാഘവന്റെ കാല് പിടിച്ച അതാവും ഇതിലും ഭേദം. ഒന്നിലേലും ആഭിജാത്യമുള്ള ആണൊരുത്തന്റെ ആശ്രിതനെന്ന് പറയുന്നതും ഒരന്തസ്സാണല്ലോ. രണ്ടിലൊന്ന് നേരം വെളുക്കും മുമ്പ് തനിക്കും തീരുമാനിക്കേണ്ടി വരും. രാഘവൻ വലിയ വീട്ടിൽ പടിക്കിൽ നിന്നും ഇറങ്ങിയത് വളരെ ആഹ്ലാദചിത്തനായിട്ടായിരുന്നു. ഒരു സംഘർഷം ഒഴിവാക്കി തന്നെ കാര്യം സാധിച്ചല്ലോ. തനിക്ക് തന്റെ മൂർത്തിയെ തിരിച്ചു കിട്ടി. ഇനി തന്നെ തോൽപ്പിക്കാൻ ഇടശ്ശേരിക്കരയിൽ എന്നല്ല, അടുത്ത നാടുകളിൽ പോലും ആരുമില്ല. യഥാർത്ഥത്തിൽ താൻ ഒരു മാന്ത്രികനായത് ഇപ്പോൾ മാത്രമാണ്. ഇനിയാണ് തന്റെ ദിവസങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ആ ഉന്മേഷം ചില്ലറയൊന്നും ആയിരുന്നില്ല രാഘവന്. ഇടശ്ശേരിയിലേക്കുള്ള കുറുക്ക് വഴിയായ സർപ്പക്കാവിന് മുന്നിലൂടെയാണ് രാഘവൻ നടന്നിരുന്നത്. സർപ്പക്കാവോ രാത്രിയോ അവനെ ഒരിക്കലും ഭയപ്പെടുത്തിയിരുന്നില്ല. ഇന്നിപ്പോഴാണെങ്കിൽ ആഹ്ലാദത്തിന്റെ തിക്കുമുട്ടലും. പരിസരം ശ്രദ്ധിക്കാതെ നടന്നുകൊണ്ടിരുന്ന രാഘവൻ സർപ്പക്കാവ് കഴിഞ്ഞ് നീങ്ങുമ്പോ പൊടുന്നനെ നിന്നു. തന്നെ ആരെങ്കിലും വിളിച്ചോ? അവൻ ചുറ്റും നോക്കി. പിന്നെ തന്റെ വിഡ്ഢിത്തമോർത്ത് സ്വയം ചിരിച്ചു. വീണ്ടും മുന്നോട്ട് കാലുകൾ വെക്കവേ, രാഘവേട്ട, തേൻകിനി എന്ന മട്ടിൽ സ്നേഹാർദ്രമായൊരു വിളിവെച്ച ആ ശബ്ദം തിരിച്ചറിഞ്ഞ രാഘവൻ നടുങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ സർപ്പക്കാവിൽ നിന്നൊരു യുവതി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. മുത്തുമണികൾ കോരിച്ചൊരിയും പോലെ അവളുടെ കുണിങ്ങിച്ചിരി അവിടെ എല്ലാം നിറഞ്ഞു പടരുന്നത് പോലെ. രാഘവൻ നിന്ന് വിയർത്തു. അവന്റെ തൊണ്ട വരണ്ടു. രാഘവേട്ടൻ എന്തിനാ പേടിക്കുന്നത്? ഇനി ഇത്ര വേഗം മറന്നുപോയോ? അവൾ രാഘവന്റെ അടുത്തേക്ക് വരികയാണ്. മാധവിക്കുട്ടി. അവന്റെ വരണ്ട ചുണ്ടുകൾ ചലിച്ചു. കഴിഞ്ഞ വർഷം മരണമടഞ്ഞ മാധവിക്കുട്ടി. അവൾ അപ്പോഴും ചിരിച്ചു. രാഘവന്റെ സപ്തനാടുകളും തളർന്നു. മുന്നിൽ താൻ കാണുന്നത് സ്വപ്നത്തിലോ ജാഗ്രതയിലോ എന്നറിയാതെ ഒരു നിമിഷം പകച്ചു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ കിനിഞ്ഞു. മാധവിക്കുട്ടി അപ്പോഴും ചിരിക്കുകയാണ്. മണ്ണിൽ തറഞ്ഞതുപോലെ രാഘവന്റെ കാലുകൾ നിശ്ചലമായി. ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലെന്ന് അവൻ അഭിലഷിച്ചു. ഇതിലെ പോരാൻ തോന്നിയ നിമിഷങ്ങളെ ശപിക്കുകയും ചെയ്തു. മന്ത്രമൂർത്തിയെ തിരിച്ചു കിട്ടിയപ്പോൾ താൻ മറ്റൊന്നും ആലോചിച്ചില്ല. എത്രയും വേഗം തറവേട്ടിലെത്താനുള്ള മോഹമായിരുന്നു. പ്രീണന മന്ത്രം ചെയ്ത് മൂർത്തിയെ സന്തോഷിപ്പിക്കണം. ഇന്ന് രാത്രി പൂജാമുറിയിൽ തന്നെ കഴിയേണ്ടി വരും. സംഘർഷങ്ങളൊന്നും ഉണ്ടാകാതെ ചാത്തൻ സ്വാമിയെ തിരികെ ലഭിച്ച വിവരം അമ്മയോടും പറയണം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അമ്മയോട് താൻ സംസാരിക്കാറില്ലെന്നും അവൻ ഓർത്തു. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. തന്റെ മനസ്സിലെ സംഘർഷമുണ്ടോ അമ്മ അറിയുന്നു. താൻ ഇപ്പോഴും മന്ത്രസിദ്ധിക്ക് മുമ്പുള്ള ധിക്കാരിയായ രാഘവനായി കഴിയുകയാണെന്നാവും പാവ അമ്മയുടെ വിചാരം.
അതല്ലെന്ന് ഇന്ന് താൻ മനസ്സിലാക്കി കൊടുക്കും. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് എത്രയും വേഗം തറവാട്ടിലെത്താൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കുറുക്കു വഴി തേടിയെത്തും. അതിപ്പോ ഏറ്റവും വലിയ കുരുക്കിലായിരിക്കുന്നു. രാഘവൻ ചേട്ടൻ ഭയന്നു പോയോ? എന്നെ എന്തിനാ ഭയപ്പെടുന്നത്? രാഘവേട്ടനെ ഒന്ന് അടുത്ത് കാണാൻ ഞാൻ എത്ര കാലമായി കൊതിക്കുന്നു. ഇതിലെ ഒരിക്കൽ പോലും ചേട്ടനൊന്ന് വന്നില്ലല്ലോ. ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അതാ ഇവിടെ തന്നെ കാത്തു നിന്നത്. മാധവിക്കുട്ടി മധുരമായി ചിരിച്ചു. രാഘവൻ ഉമിനീരിറക്കാൻ പണിപ്പെട്ടു. മാധവിക്കുട്ടി, നീ വിക്കി വിക്കി അത്രയും ചോദിക്കാനേ രാഘവന് കഴിഞ്ഞുള്ളൂ. ഭാഗ്യം തന്നെ, രാഘവേട്ടൻ എന്റെ പേര് മറന്നില്ലല്ലോ. അവൾ വീണ്ടും അവനെ ഭ്രമിപ്പിക്കുന്ന ചിരി ചിരിച്ചു. നീ എന്തിനെന്നെ കാണാൻ ആഗ്രഹിച്ചു? നീ എന്തിനെന്നെ കാത്തു നിന്നു? അവന് വല്ലാതെ ഉഷ്ണിച്ചു തുടങ്ങിയിരുന്നു. മരിച്ചാലും രാഘവേട്ടനെ മറക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് രാഘവേട്ടൻ ഇത്ര വേഗം മറന്നുപോകും? രാഘവേട്ടൻ മറന്നാലും ഞാൻ മറക്കില്ല. എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? മാധവിക്കുട്ടി, ഇപ്പൊ പോവൂ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാം. വർത്തമാനം പറയാം. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെന്താ, ഞാനും പോരാം രാഘവേട്ടന്റെ വീട്ടിലേക്ക്. പണ്ടും എന്നോട് രാഘവേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാ, പിന്നെ കാണാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഒരിക്കൽ പോയ രാഘവേട്ടനെ ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? അവളുടെ ചിരി നിന്നു. ചോദിക്കുമ്പോൾ ഒരു തേങ്ങൽ പോലെയാണ് രാഘവന് തോന്നിയത്. രാഘവൻ വീണ്ടും ഞെട്ടി. കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കാണുന്നത് എപ്പോഴാണെന്നോ? പിന്നെ കാണുന്നത് ഓർക്കുന്നു, നന്നായി ഓർമ്മിക്കുന്നു. അമ്പലക്കുളത്തിൽ വെള്ളം കുടിച്ച് ചീർത്ത് വികൃത രൂപിണിയായി പൊങ്ങിയ മാധവിക്കുട്ടിയുടെ ജഡം കാണാൻ താനും പോയിരുന്നു. അവൾ അത് ചെയ്തത് എന്തിനാണെന്ന് തനിക്കറിയാമായിരുന്നു. ചുറ്റും കൊടുങ്കാറ്റ് വീശുന്നത് പോലെ രാഘവന് തോന്നി. തലയ്ക്കുള്ളിൽ മിന്നൽ പിണരുകൾ പൊളഞ്ഞു പായുന്നു. സഹതാപത്തോടെ കുളക്കരയിൽ നിന്നവരുടെ കൂട്ടത്തിൽ താനുമുണ്ടായിരുന്നു. അതെങ്ങനെ ഇവൾ അറിഞ്ഞു? ഇത് മാധവിക്കുട്ടിയല്ല, അവളുടെ ആത്മാവ്. ഇഹലോക ജീവിതം പൂർത്തിയാകാതെ ദുരന്ത മരണത്തിനിരായവരിൽ ഒരുവൾ. മാധവിക്കുട്ടി പ്രേതമായിട്ട് അലയുകയായിരുന്നു. എന്തിന്? അമ്പലത്തിന് കിഴക്കുവശത്തുള്ള അവളുടെ മാനത്തെ നിത്യ സന്ദർശകനായിരുന്നു താൻ. താൻ അവളെ വിവാഹം കഴിക്കുമെന്ന് മാധവിക്കുട്ടി കരുതിയിരിക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഇടശ്ശേരിക്കരയിൽ തന്നെ എത്ര പെൺകുട്ടികൾ അങ്ങനെ ആഗ്രഹിക്കണമായിരുന്നു. ഒരു ഇടത്താവളത്തിനുമപ്പുറം തനിക്കൊരു ആത്മബന്ധം ആ കുടുംബത്തോടുണ്ടായിരുന്നില്ല. തന്നോടായിരുന്നു മാധവിക്കുട്ടിക്ക് താല്പര്യം. തന്നോട് മാത്രമായിരുന്നു അതെന്ന് രാഘവൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അവിടെയായിരുന്നല്ലോ സംശയം തുടങ്ങിയതും. പിന്നെ എങ്ങനെയും അവളെ ഒഴിവാക്കണമെന്നായിരുന്നു ആഗ്രഹം. ഒടുവിൽ കണ്ടപ്പോൾ തന്റെ കുളി തെറ്റിയ കാര്യം സ്വകാര്യമായി പറഞ്ഞത് മനസ്സിലായെന്ന് നടിച്ച് അന്ന് ഇറങ്ങിപ്പോന്നതാണ്. പിന്നെ അവളെ കാണുന്നത് ഓർക്കുന്നുണ്ടല്ലോ എല്ലാം. അന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഇപ്പോഴെങ്കിലും എന്റെ ആഗ്രഹം രാഘവേട്ടൻ സാധിച്ചു തരണം. എന്നെയും ഇടശ്ശേരി തറവാട്ടിലേക്ക് കൊണ്ടുപോകണം. ഞാനും ഒപ്പം വരുന്നു. രാഘവന്റെ ഭയം വളർന്നു. ഇവൾ എന്താണ് ഈ പറയുന്നത്? ഒരു യക്ഷിയെ താൻ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്? അതൊരിക്കലും സാധ്യമല്ല. എങ്ങനെയും ഇവളെ ഒഴിവാക്കിയേ പറ്റൂ. ഒരു മാന്ത്രികനായതുകൊണ്ടാണ് തനിക്ക് ഇവളെ കാണാൻ കഴിഞ്ഞത് തന്നെ. അവളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അവൾക്ക് കാണാൻ കഴിയുമായിരിക്കും. പക്ഷെ എത്ര പേർ അവളെ കാണും? ഇല്ല, താൻ ഒഴികെ മറ്റാർക്കും അത് കഴിയില്ല. രാഘവന്റെ മനോഗതം എന്തെന്ന് മാധവിക്കുട്ടിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് രാഘവേട്ടനെ മാത്രം കണ്ടാൽ മതി. ഞാൻ രാഘവേട്ടനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. മറ്റെല്ലാം ആളുകൾ പറഞ്ഞുണ്ടാക്കിയ നുണകളായിരുന്നു. എന്നെക്കാൾ ആ നുണകളൊക്കെ വിശ്വസിക്കാനായിരുന്നില്ലേ രാഘവേട്ടന് താല്പര്യം. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കുഴി തെറ്റിയപ്പോ അതിന്റെ ഉത്തരവാദി ആരാണെന്ന് വീട്ടിൽ സർവരും ചോദ്യം ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ അന്ന് രാഘവേട്ടന്റെ പേര് പറഞ്ഞിരുന്നെങ്കിലോ? രാഘവേട്ടൻ ഒരിക്കലും എന്റെ അപേക്ഷ സ്വീകരിക്കില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. അങ്ങനെയാണ് ഞാൻ അമ്പലക്കുളത്തിന്റെ ആഴങ്ങളിൽ അഭയം നേടിയത്. അവൾ തേങ്ങുകയായിരുന്നു. എനിക്കൊന്നും വേണ്ട. രാഘവേട്ടനെ എന്നും കാണാനുള്ള അവസരം ഉണ്ടാക്കിയാൽ മതി. ആരോരും അറിയാതെ
ഞാൻ തറവാട്ടിൽ എവിടെയെങ്കിലും പാർത്തോളാം. അതെങ്ങനെ സാധിക്കുമെന്നാണ് നീ പറയുന്നത്? ഞാൻ പണ്ടത്തെ രാഘവനല്ല, തറവാട്ട് മാന്ത്രികനാണ്. സ്ത്രീകളുമായി പഴയതുപോലെ ബന്ധങ്ങൾ തുടരാനൊന്നും എനിക്കിനി ഒക്കുമെന്ന് തോന്നുന്നില്ല. കഴിയുമെങ്കിൽ വിഭാര്യനായി തന്നെ മാന്ത്രിക ജന്മം പൂർത്തിയാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതൊക്കെ എന്നെ ഒഴിവാക്കാൻ പറയുന്നതല്ലേ രാഘവേട്ടൻ? തറവാട്ട് മാന്ത്രികർക്ക് വിവാഹം ചെയ്തുകൂടുന്ന ആര് പറഞ്ഞു? നിങ്ങളുടെ തറവാട്ടിൽ തന്നെ രാഘവേട്ടന്റെ അമ്മാവൻ ഒഴിച്ചുള്ള മറ്റെല്ലാവരും വിവാഹിതരായിരുന്നില്ലേ? രാഘവേട്ടൻ വിവാഹം കഴിക്കുന്നതിനും എനിക്ക് വിരോധമില്ല. പക്ഷേ അപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ എന്നെയും അനുവദിക്കണം. രാഘവൻ വല്ലാതെ വിഷമിച്ചു. ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടെന്ന് പറയുന്നത് ഇതാ. അനുസരണയില്ലാത്ത കൗമാരകാലത്ത് പറ്റിപ്പോയ അബദ്ധങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം സമാധാനം ഉണ്ടാക്കേണ്ടി വരിക, അതും ഒരു യക്ഷിക്ക് വേണ്ടി. തനിക്കൊന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ. രാഘവന്റെ അസ്വസ്ഥത വീണ്ടും വളരുകയായിരുന്നു. മാധവിക്കുട്ടി, സമയം പോകുന്നു. അർദ്ധരാത്രി വരും മുമ്പ് എനിക്ക് തറവാട്ടിലെത്തേണ്ട ചില അത്യാവശ്യങ്ങളുണ്ട്. അന്ത്യയാമത്തിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട ചില കർമ്മങ്ങളും പൂർത്തിയാക്കണം. ഇപ്പോഴാണെങ്കിൽ ആകെ അസ്വസ്ഥമാണ് എന്റെ ഹൃദയം. നിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, രാഘവൻ തീർത്തു പറഞ്ഞു. മാധവിക്കുട്ടിയുടെ ചുണ്ടത്തെ ചിരി മാഞ്ഞു. അവളുടെ മുഖത്തുണ്ടായിരുന്ന പ്രസാദഭാവങ്ങളെല്ലാം നഷ്ടമായി. പകരം ആ കണ്ണുകൾ തീക്ഷ്ണമായി ഒരു നിമിഷം തിളങ്ങി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. മാത്രമല്ല നോവലിന്റെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കുന്നതിനായി പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യുക. നന്ദി. വീണ്ടും കാണാം.